ഇതാണ് എൻ്റെ ഗ്രൂപ്പിലുള്ള ആളാ. ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ അമൃതേ വരെ ഒന്ന് പോവാ എറണാകുളം. അപ്പം നമ്മുടെ കുഞ്ഞിപ്പെണ്ണും ഉണ്ട്. അവള് ഒരു 100 കിലോമീറ്ററിൽ കൂടുതൽ യാത്ര ചെയ്യുന്നത് ഫസ്റ്റ് വീഡിയോ ആണ്. ഫസ്റ്റ് സ്ഥലമാണ്. ഫസ്റ്റ് ടൈമാണ് അവള് 100 കിലോമീറ്റർ കൂടുതൽ യാത്ര ചെയ്യുന്നത്. കാരണം നമ്മള് പട്ടാഴിലും തടിയൂരൊക്കെ പോയെങ്കിലും അത് വൺ സൈഡ് തന്നെ 56-57 കിലോമീറ്റർ ഉള്ളൂ. അപ്പൊ ഇതൊരു നല്ല ദൂരമുള്ളൊരു യാത്രയാണ്. അപ്പൊ കേറിയപ്പോ തന്നെ വേണ്ട പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അമ്മയും നിച്ചൂസും ഒക്കെ ഉറങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ഗെയ്സ്. എന്ത് ചെയ്യാം, വണ്ടിയെ കയറി അന്നേരം ഉറങ്ങുന്ന ഒരാളാണ് അമ്മ. ഞങ്ങളിത് പറഞ്ഞ് കളിയാക്കുമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അമൃതയിലെ വീഡിയോ ഇടുമ്പോൾ എല്ലാവരും കാണട്ടെന്നും പറഞ്ഞു. അതൊക്കെ പറഞ്ഞപ്പോൾ അയ്യോ ഇടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ രാവിലെ ഒരു 7 മണിയായപ്പോഴത്തേക്ക് യാത്ര തിരിച്ചു. അപ്പം ഒരു 10 മണിയാകുമ്പോഴത്തേക്ക് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഒരു ചേർത്തലെത്തി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി. അപ്പൊ ഫുഡ് കഴിക്കാൻ കയറി. എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള എന്തുമായിരിക്കും? പൊറോട്ട. അപ്പൊ എല്ലാരും പൊറോട്ടയും മുട്ടക്കറിയും കടലക്കറി കിട്ടിയില്ലെന്ന് തോന്നുന്നു കേട്ടോ, സോറി. കടലക്കറി ഇല്ലായിരുന്നു, മുട്ടക്കറിയും പൊറോട്ടയാണ്. അപ്പൊ എല്ലാരും കഴിച്ചത്. അപ്പൊ കുഞ്ഞെന്റെ മടിയിൽ ഇരിക്കുക. അവക്ക് എന്തെങ്കിലും കൈ വേണം, അല്ലെങ്കിൽ അടങ്ങി ഇരിക്കത്തൊന്നുമില്ല കേട്ടോ. അച്ഛൻ 5 മാസം 6 മാസമൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് ഇനി ചെക്കപ്പിന് പോകുമായിരുന്നു. അപ്പം ഞങ്ങൾ എപ്പോൾ ചെക്കപ്പിന് പോയാലും എറണാകുളത്ത് എവിടെ പോയാലും ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ഈ ഹോട്ടലിലാണ്. മരിയ ഹോട്ടൽ അല്ലേ? മരിയ ഹോട്ടൽ നല്ല ടേസ്റ്റി ഫുഡാണ്. അടിപൊളി മുട്ടക്കറി. ഇവിടുത്തെ മുട്ടക്കറി ഇങ്ങനെ വേറൊരു കളറാ അല്ലേ? തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചുണ്ടാക്കുന്നുണ്ടായിരിക്കും. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അതുപോലെ തന്നെ പൊറോട്ട നല്ല പതപോലെ ഇരിക്കുന്ന നല്ല കിടിലൻ പൊറോട്ടയാണ്. അത് നല്ലപോലെ വയറ് നിറച്ച് കഴിച്ച്. പറഞ്ഞില്ലല്ലോ. അപ്പൊ ഞങ്ങൾ പോകുന്നതെന്ന് വെച്ചാൽ അച്ഛൻ 6 മാസം കൂടുമ്പോൾ ചെക്കപ്പ് ഉണ്ട്. അതുപോലെ തന്നെ അമ്മയ്ക്ക് ഷുഗർ ഉണ്ട്. അത് എത്രത്തോളം എന്തൊക്കെയായി എന്നൊക്കെ ഒരു വഴിക്കായി കാണും. അപ്പൊ അതൊക്കെ ഒന്ന് കാണിക്കാനോടാണ് പോകുന്നത്. അത് മാത്രമല്ല എന്നെയും കാണിക്കുന്നുണ്ട്. എനിക്ക് ഒരു കുറേ നാളായിട്ട് ഒച്ച അടപ്പുണ്ട്. അപ്പൊ അതെന്താണെന്നൊന്ന് അറിയാൻ പോവാണ്. പാട്ട് പാടുന്നതൊക്കെയല്ലേ, അപ്പം സൗണ്ട് ഇങ്ങനെ അടയുന്ന ഒരു ബുദ്ധിമുട്ട്. അപ്പൊ അതിനോടാണ് പോകുന്നത്. അപ്പം എല്ലാവരും ഓരോ വഴിക്ക് പോകുന്നതോട് കൊണ്ട് തന്നെ കുഞ്ഞിപ്പെണ്ണിനെ നോക്കാൻ നമ്മുടെ ചേച്ചിയും കൂടെ ഞങ്ങൾ വിളിച്ചു. ചേച്ചിയോട് ചോദിച്ചപ്പോഴേ ചേച്ചിയും വന്നു. ഗെയിം കളിക്കുക. അക്ഷരം കായാണ്. കാ വെച്ചിട്ട് പാട്ട് പാടിക്കൊണ്ടേ ഇരിക്കുക. ഇതാണ് എന്റെ ഗ്രൂപ്പിലുള്ള ആളാ. കായ അതല്ലേ. തമിഴും പാടാമേ. കണ്ണാളനേ അനിച്ചോ നീ ഞാനാ. കണ്ണേ കലിവാനേ കണ്ണിമയിലേ കണ്ടേനുനെ നാനേ. അത് കിട്ടിയിട്ടുണ്ട്. കുഞ്ഞിമണി കണ്ണടകി കൂട്ടുകാരി നീയൊരു പുഴയായി ഏതാ കൊഞ്ചി കരയല്ലേ മിഴികൾ ഇളമനമുരുകല്ലേ ഏതോ ഇളമനം കരിമല്ലേ കൊഞ്ചും മിനക്കലേ അങ്ങനെ ആരൊരു പാലവും കയറി ടോളും എടുത്ത് ഞങ്ങൾ നേരെ എടപ്പള്ളിയിൽ എത്തിയത്. ഏകദേശം ഞങ്ങളൊരു 7 മണിയായപ്പോൾ യാത്ര തുടങ്ങി. 11:30 ആയപ്പോഴാണ് എടപ്പള്ളിയിൽ എത്തിയത്. എടപ്പള്ളിയിൽ നിന്ന് അമൃത എത്താൻ ഒരു 10-20 മിനിറ്റ് എടുത്തു. അങ്ങനെ ഏകദേശം ഒരു 4.5 മണിക്കൂർ കൊണ്ടാണ് എറണാകുളം എത്തിയത്. അപ്പം അവിടെ ചെല്ലുമ്പോൾ ഓരോരുത്തരും ഓരോ ഡിപ്പാർട്ട്മെന്റിലോട്ടല്ലേ. അപ്പം ബി ബ്ലോക്ക്, എ ബ്ലോക്ക്, സി ബ്ലോക്ക്, ഡി ബ്ലോക്ക് അങ്ങനെയൊക്കെ ഉണ്ട്. എല്ലാം നല്ല ഡിസ്റ്റൻസിലുമാണ്. അപ്പം അവിടെ ഹോസ്പിറ്റലിൽ തന്നെ അറേഞ്ച് ചെയ്ത ഒരു വണ്ടിയുണ്ട്. നല്ല കൗതുകമായിട്ട് തോന്നി. അതാണ് വീഡിയോ എടുത്തത്. നല്ല രസമുണ്ടായിരുന്നു. ദച്ചൂസിന് അങ്ങ് ഇഷ്ടപ്പെട്ടു. അതിൽ നിന്ന് ഇറങ്ങാൻ അവന് തോന്നുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാനും രാവിലേട്ടനുമാണ് പോയി എന്നെ കാണിക്കാൻ വേണ്ടി പോയത്. അതുപോലെ തന്നെ അച്ഛനും അമ്മയും കൂടെ എ ബ്ലോക്കിൽ
അവിടെയും പോയി അച്ഛനും അമ്മയും കാണിച്ച് കുഞ്ഞിയും ചേച്ചിയും നിച്ചൂസും തെച്ചൂസും എല്ലാം കൂടെ അവിടെ ഒരു ഇതുണ്ട്, ഒരു ചെറിയൊരു പാർക്ക് പോലത്തെ ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെ ഇരുന്ന് കളിപ്പിക്കുമായിരുന്നു. നല്ല രസമുള്ള ഒരു സ്ഥലമാണ് അവിടെ അമൃതയിൽ കേട്ടോ. അമൃത നല്ല അറേഞ്ച്മെന്റ് ആണ്. ഇങ്ങനെ കൂടെ വരുന്നവർക്കൊക്കെ ഇതുപോലെ കുഞ്ഞുങ്ങളെയും കൊണ്ടൊക്കെ ആണെങ്കിൽ കാറ്റൊക്കെ കൊണ്ടിങ്ങനെ ഇരിക്കാനും അത് നല്ലൊരു സ്ഥലമൊക്കെ ഉണ്ട്. അവിടെ ആയിരുന്നു ചേച്ചിയും കുഞ്ഞുങ്ങളും. ഒരു പാത്രത്തിൽ ഇച്ചിരി കുറുക്ക്, ഏത്തക്കാപ്പൊടി കുറുക്കും പിന്നെ പാലും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ചേച്ചി. അതൊക്കെ കുഞ്ഞിന് കൊടുത്തു. അതുകൊണ്ട് വിശപ്പൊക്കെ മാറിയോണ്ട് തന്നെ അവൾ കളിക്കുമായിരുന്നു കേട്ടോ. ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. ഇടയ്ക്ക് ചേച്ചിയുടെ കയ്യിലിരുന്ന് അവൾ ഉറങ്ങുകയും ചെയ്തു. അപ്പോൾ എല്ലാവരും കാണിച്ചു കഴിഞ്ഞപ്പോൾ 2 മണി കഴിഞ്ഞു. അപ്പോഴത്തേന് നേരെ അടുത്തുള്ള ഹോട്ടലിലേക്ക് പോയി. അവിടെ പോയി എല്ലാവരും ഊണ് ഓർഡർ ചെയ്തപ്പോൾ നമ്മുടെ നിച്ചൂസ് മാത്രം ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു. അങ്ങനെ നിച്ചൂസ് ചിക്കൻ ബിരിയാണി കഴിച്ചപ്പോൾ പറഞ്ഞു അത്രയ്ക്ക് നല്ല രുചിയില്ലെന്നൊക്കെ പറഞ്ഞു. പക്ഷേ എല്ലാവരും വിശന്നിരുന്നുകൊണ്ട് അങ്ങനെ കഴിച്ചു. കുഞ്ഞി അമ്മയുടെ മടിയിൽ ഇങ്ങനെ ഇരിക്കുമോ, ഇവരൊക്കെ എന്തൊക്കെയാണ് കഴിക്കുന്നതെന്നൊക്കെ നോക്കി. കാരണം ആശാട്ടി ഫുള്ള് വയറ് നിറഞ്ഞിരിക്കുവാണ് കുറുക്കൊക്കെ കഴിച്ച്. എന്നിട്ടൊക്കെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അമൃതയിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്കുള്ള യാത്ര തുടങ്ങി. തുറവൂരൊക്കെ ആയപ്പം എല്ലാവർക്കും ഒരു ചായ കുടിക്കാനൊക്കെ തോന്നി. സമയം അപ്പോൾ ഒരു 4 മണി ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ചായയും ഏത്തക്കാപ്പവും പിന്നെ സുഖിയൻ ബജി ഒക്കെ എല്ലാവരും കഴിച്ചു. അങ്ങനെ ഞങ്ങൾ ഒരു 8:30 ആയപ്പോഴാണ് വീട്ടിലെത്തിയത്. അപ്പോൾ ചേച്ചിയെയും നിച്ചൂസിനെയും കൊണ്ട് അതിനായിട്ട് വിട്ടിട്ടാണ് വീട്ടിലെത്തിയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്തേക്കണേ. കമൻറ്റ് ചെയ്യണം, ആരും മറക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടവരൊന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അത് മറക്കണ്ട. ഫോളോ ചെയ്യുക. ഓക്കെ, ബൈ.